വെരി ഏർലി ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5 മണി. അസ്സിഘട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അസ്സിഘട്ടിൽ എന്നും രാവിലെ 5 മണിക്ക് ഗംഗാരതി ഉണ്ടാവും. പൊതുവേ ഈ ഗംഗാരതി കാണാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരിക്കും രാവിലെ 5 മണിക്ക് തന്നെ. അതിനൊപ്പം തന്നെ ഇന്ന് ദേവ് ദിവാലിയാണ്, അതായത് നവംബർ 15. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നിന്നും ലോകത്തുനിന്നും പല സ്ഥലത്തു നിന്നും കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം എന്നെ ഉൾപ്പെടെ കുറേ പേര് ഇന്നിവിടെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ തിരക്കുണ്ട്. നല്ല തിരക്കുണ്ടാവുമെന്ന് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കൂട്ടം ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. അതിൽ ഒരു 75% ആൾക്കാരും, 75 അല്ല, ഒരു 60% ആൾക്കാരും ഭയങ്കര ഭക്തിയോടെയാണ് ഇത് കാണുന്നത്. ഗംഗാരതി, അതായത് ഗംഗാ റിവറിനെ ഇങ്ങനെ ആരതി വെച്ച് ഒഴിയുന്ന ഒരു പ്രാർത്ഥന പോലെയാണിത്. ഇത് നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ആക്ച്വലി. ഇത് ബാക്കി എന്നെ ഉൾപ്പെട്ടൊരു 40% ആൾക്കാർ ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് കാണാൻ വേണ്ടിയാണ് ദേവ് ദിവാലിയുടെ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഗംഗാരതിയും കാണാം. അതുപോലെ വൈകുന്നേരം സമയത്ത് നമുക്ക് ദശാശ്വമേധ് ഘട്ടിലും ഗംഗാരതി ഉണ്ടാകുന്നതായിരിക്കും. ഇതിപ്പോൾ അസ്സിഘട്ടാണ്. സ്റ്റാർട്ടാവാൻ കുറച്ചധികം ലാഗ് ഉണ്ടായി. ഇന്ന് സ്പെഷ്യൽ ഒരു ഡേ ഉണ്ട്, ദേവ് ദിവാലി ആയതുകൊണ്ട് കുറച്ച് ചീഫ് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, റിലീജിയസ് ആയിട്ടുള്ള. അപ്പോൾ അവരുടെ എല്ലാം കുറച്ച് പരിപാടി, ഇത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിളക്കും അതുപോലെ തന്നെ ഇവരുടെ പൂജാരീതികൾക്കുള്ള ആവശ്യമുള്ള പൂജാ സാമഗ്രികളെല്ലാം റെഡിയാകാൻ കുറച്ച് ടൈം വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തൊരു 5-5:15 ആയപ്പോൾ ഏകദേശം ഇത് സ്റ്റാർട്ടായി. 3/4 മണിക്കൂറോളം നമ്മുടെ ഈ ഗംഗാരതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ കുറേ ആൾക്കാർ പ്രൊഫഷണൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗോപ്രോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്നുണ്ടല്ലോ. നല്ല തിരക്കും അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു തിരക്കും കാരണം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു ഫ്രെയിം സെറ്റാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പിന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം സീനൊന്നുമില്ലാതെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. എൻ്റെ തൊട്ടപ്പത്തിന് ആൾ ഭയങ്കര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൾക്ക് സഹായിച്ചു. അപ്പോൾ ആളെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് പുള്ളി ബീർ ബൈസെപ്സ് എന്നൊരു യൂട്യൂബർ ഉണ്ട്, ഒരു റൺവീർ എന്ന് പറഞ്ഞൊരു ആൾ. അപ്പോൾ ആളുടെ ഫോട്ടോഗ്രാഫി ടീം അല്ല ക്യാമറ ടീമിലുള്ളൊരു പുള്ളിയായിരുന്നത്. എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സും ഇൻസ്റ്റാഗ്രാമേഴ്സും ഒക്കെ ആ കൂട്ടത്തിൽ കാണും. ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹിന്ദി നടൻ കാർത്തികേയൻ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നത് ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. നേരെ ഏകദേശം ഒരു 6:15 വെളിച്ചം ഇങ്ങനെ പരപരാന്ന് വരുന്നുണ്ട്. കളറ് കണ്ടോ, ഒരു പർപ്പിൾ കളർ ലൈറ്റാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും തിരക്കുണ്ട്, ആൾക്കാരെല്ലാം ഈ ഗംഗാരതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പിൽ ഒരുപാട് റൗണ്ട് ഉണ്ട് കേട്ടോ ഈ ആരതിക്ക്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ഈ ചൂല് പോലെ, എന്താ സംഭവം എനിക്കറിയില്ല, ചൂല് പോലെ ഇരിക്കുന്ന സാധനം, മണി, പൂക്കൾ, അതുപോലെ ഒരു വീശറി പോലത്തെ ഒരു സാധനം. എല്ലാത്തിനും അതിൻ്റേതായിട്ട് അർത്ഥമാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാത്തത്. നേരത്തെ പറഞ്ഞ ഈ എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മൾ ഗംഗാനദിയെ ഇങ്ങനെ ഒഴിയുകയാണ് ഇവർ ചെയ്യുന്നത്, ഓരോ പൂജാരികൾ. എല്ലാവരും ഒരുമിച്ച് ഒരേ സിംഗിലാണ് ഇത് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു കിടിലം ഭംഗിയാട്ടോ, അതൊന്നും പറയാനില്ല. ഈ ശംഖ് ഊതുന്ന ഭാഗം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സ്പിരിച്വാലിറ്റി, ഞാൻ സ്പിരിച്വൽ അല്ല, ഇപ്പം സ്പിരിച്വലായിട്ട് വരുന്ന വാരണാസി വരുന്നവർക്ക് എന്തായാലും നല്ലൊരു അനുഭൂതിയായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കിത് നല്ലൊരു എക്സ്പീരിയൻസാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ സമയം 7 മണിയായി. ഗംഗാരതിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഡിസ്പേഴ്സ് ആയതിനു ശേഷം ഇത്ര ആൾക്കൂട്ടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏതോ ഒരു വലിയൊരു സ്വാമിജി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളിങ്ങനെ പ്രഭാഷണം നടത്തും. അപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ തന്നെ ജയ് വിളിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരിയായിട്ട് എന്തോ പറയുന്നുണ്ട്. ഈ കാണുന്ന മനുഷ്യന്മാർക്കൊക്കെ ഒടുക്കത്തെ ഭക്തി കേട്ടോ, എന്തായാലും കൺഫേം.